ഹലോ ഗേൾസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കാരമലൈസ്ഡ് പായസം ഉണ്ടാക്കി നോക്കാം. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാൻ റിലേറ്റഡ് വീഡിയോസിൻ്റെ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടു നോക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്കൊരു കാരമലൈസ്ഡ് പായസം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലാകെ 3 മെയിൻ ഇൻഗ്രീഡിയൻറ്റേ വേണ്ടൂ, അതാണ്. പിന്നെ അതിനകത്തേക്ക് പാലടയാണ് ചേർക്കുന്നത്. അത് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷമാണ് പാലട അതിനകത്തേക്ക് നമ്മൾ ഇടുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ പാലട ഇടുന്നതിന് മുന്നേ നമ്മൾ ആ കട്ട പിടിച്ചിരിക്കുന്ന, അതായത് നമ്മൾ കട്ട പിടിച്ച് പഞ്ചസാര ഇപ്പോൾ കട്ട പിടിച്ച് ആ സ്പൂണിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിട്ട് വേണം നിങ്ങൾ പാലട ചേർക്കാനായിട്ട്. എന്നിട്ട് സിമ്പിളാണ്. പഞ്ചസാര കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടുക, ഏലക്കപ്പൊടി ഇടുക, പിന്നെ നെയ്യ് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് പായസം റെഡി. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമ്മുടെ കാരമലൈസ്ഡ് പായസം ഉണ്ടാക്കി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.